Hi, hello friends. Welcome back to CMS Creations. It's me, Shuhaid Siam. നമ്മൾ കേഡറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഒക്ടോബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ അടുത്ത് വരുന്ന 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത PYQ ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, മാത്തമാറ്റിക്സിൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ് കാറ്റഗറി 3 വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോവുകയാണ് എല്ലാ വീഡിയോസും കണ്ട് പഠിക്കാവുന്നതാണ്. നമ്മളുടെ ചാനലിൽ 10th മാത്സിൻ്റെ സോൾവ്ഡ് പ്രോബ്ലംസ്, അതേപോലെ തന്നെ CBSEയുടെ മാത്സിൻ്റെ 10th സോൾവ്ഡ് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് കേട്ടിട്ട് മാത്രമാണ് വേണ്ടതെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കേട്ടിട്ട് കാറ്റഗറി 3ക്ക് 10th ക്ലാസ്, അതേപോലെ തന്നെ +1 ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക വരിക. 10, 8, 9 ഹൈസ്കൂൾ ബേസ് ആണ് നമ്മളുടെ കാറ്റഗറി 3 വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കേട്ടിട്ടിൻ്റെ PYQ ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് വീഡിയോസ് മാത്രമായിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കാണാം. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരിക്കൽ കൂടി CMS ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, one minute. ഓക്കെ, 80 വരെയെല്ലാം നമ്മൾ ചെയ്തു. 81ാമത് ഇൻ ദ ഫിഗർ, സോറി ഇത് ആൻസറിനുള്ള ഫിഗറാണ്. ആനിമേഷൻ കൊടുക്കാൻ മറന്നതായിരിക്കും. ഓക്കെ, ഇത് ആൻസറിന് ഞാൻ വരച്ച് വെച്ചാണ് കേട്ടോ. ഇൻ ദ ഫിഗർ the height of the equilateral triangle is 3√3 cm. The perimeter of the triangle. ഈ ചിത്രത്തിൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3√3 ആണ്. എങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദ്യം. നോക്കിയേ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണുകളെല്ലാം 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 60 വരും, ഇവിടെ 60 വരും. മുകളിൽ 60 ആണ്, അത് 30, 30 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളൊരു പെർപെൻഡിക്കുലർ ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ 90. ഈ ഹൈറ്റ് നമുക്ക് 3√3 തന്നിട്ടുണ്ട്. 30, 60, 90. നമുക്ക് സൈഡുകളുടെ റേഷ്യോ നോക്കാം. ഇതിലൊരു ത്രികോണം മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, 30, 60, 90 വന്നു കഴിഞ്ഞാൽ സൈഡുകളുടെ റേഷ്യോ എത്രയാ? 1:3:2. അതിൽ 60ന് ഓപ്പോസിറ്റാണ് √3 വരിക. ആ √3യുടെ സ്ഥാനത്തെ വാല്യൂ ആണ് 3√3. ഓക്കെ, എങ്കിൽ 1ൻ്റെ സ്ഥാനത്തെ വാല്യൂ എന്തായിരിക്കും? 3√3യെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വാല്യൂവിനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ √3യും √3 എന്തായി പോവും? വെട്ടിപ്പോവും. ബാക്കി ആരുണ്ടാവും? 3 ഉണ്ടാവും. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 3 എന്ന് കിട്ടും, 30ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും, ഇവിടെ 6 എന്ന് വരും. ഓക്കെ, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ. എല്ലാ സൈഡും ഈക്വൽ അല്ലേ വരിക. 6, 3, 3, 6 കണ്ടോ? ഇത് രണ്ടും കൂട്ടുമ്പോൾ 6 ആയില്ലേ അല്ലേ? ഇനി നമുക്ക് പെരിമീറ്റർ കാണാലോ. പെരിമീറ്റർ ഈക്വൽ ടു 6 + 3 + 3 + 6. ഒരു സൈഡ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഫുള്ള് പറയാം അല്ലേ? 3, 6, 18. ഓക്കെ, ഇവിടെ 30ൻ്റെ ഓപ്പോസിറ്റ് 1, 60ൻ്റെ ഓപ്പോസിറ്റ് 3√3 ആണ്. ആ 60ൻ്റെ ഓപ്പോസിറ്റ് 3√3 ആയതുകൊണ്ട് 1ൻ്റെ സ്ഥാനത്ത് വാല്യൂവിന് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3√3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 1ൻ്റെ സ്ഥാനത്ത് 3 ആണെന്നുണ്ടെങ്കിൽ 2ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 6. അപ്പോൾ ഒരു സൈഡ് 6 എന്ന് കിട്ടി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡും 6 ആയിരിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഓരോ സൈഡ് കാണണമെന്നില്ല. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു സൈഡ് 6 ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ 6, 3, 18 എന്ന് കിട്ടും. അടുത്ത്, വിച്ച് among the following isosceles triangle cannot be an lateral face of an square pyramid? ഈ തന്നിട്ടുള്ളതിൽ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ ഫേസ് ആകാൻ സാധ്യതയില്ലാത്ത ഐസോസിലസ് ട്രയാങ്കിൾ ഏതാണെന്നാണ്. ഓക്കെ, നമുക്ക് ഈ ചിത്രം കാണുമ്പോഴൊക്കെ പറയാൻ പറ്റും. ഈ L എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് a/2നേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡാണ്.
ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് അതെന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം എങ്കിലേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതൊരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ ഇങ്ങനെയും ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ ഇങ്ങനെയും വരുമ്പോഴാണ് അത് സ്ക്വയർ പിരമിഡ് ആകുക. നാല് സൈഡിൽ നിന്നും ട്രയാങ്കിൾസ് വരും, എന്നിട്ടാണ് അത് സ്ക്വയർ പിരമിഡ് ആവുക. അപ്പോൾ അത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൻ്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഈ ചിത്രം നോക്കുമ്പോൾ ഈ ബി ഫിഗറും സി ഫിഗറും ഡി ഫിഗറും ഒക്കെ നമുക്ക് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് a/2 കൂടുതലാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഈ ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് ബേസിന്റെ പകുതിയേക്കാൾ കൂടുതലാണെന്നുള്ള നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നമുക്കൊരു സംശയമുള്ളത് എ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആരെ പറയാൻ പറ്റും? ഓപ്ഷൻ എ. ഓക്കെ, then the sides of the triangle are parallel to the coordinate axis. The coordinate of its opposite vertices are -2, 2 and 3, -1. The coordinate of its other vertices are, ഞാൻ അത് പറഞ്ഞ പ്രകാരം ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചു, ചുമ്മാ വെറുതെ റെക്ടാങ്കിൾ വരച്ചിട്ട് രണ്ട് ഓപ്പോസിറ്റ് വെർട്ടിസസ് കൊടുത്തു. ഒന്ന് -2, 2 ആണ്, 3, -1 ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഇനി മറ്റു രണ്ടും കാണണം. നോക്കി, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? ഇങ്ങനെയല്ലേ എക്സ് കോർഡിനേറ്റ് നോക്കുക, എത്രയാ? -2. ഇവിടുത്തെ y എത്രയായിരിക്കും? ദാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് y നോക്കുക, പാരലൽ ആയിട്ടാണ് y നോക്കുക, അത് എത്രയാ? -1. അപ്പോൾ -2, -1 രണ്ടെണ്ണം ഉണ്ട്, ദാ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി ഇവിടുത്തെ എക്സ് നേരെ താഴോട്ട്, ഇവിടുത്തെ എക്സ് എത്രയാ? 3. ഇവിടുത്തെ y എത്രയാ? 2. 3, 2. ഇത് 3, 2 ആണ്, ഇത് 3, 1 ആണ്. അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ, -2, -1 ആൻഡ് 3, 2. If x minus 1 by x equal to 3, then what is x square plus 1 by x square? x minus 1 by x equal to 3 ആണ്. നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. ഇതിന് രണ്ട് സൈഡിലും ഞാൻ അങ്ങോട്ട് സ്ക്വയർ ചെയ്തു, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ എക്സ് മൈനസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. ഇതിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്താ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ വരിക? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ. ദെൻ -2ab, അപ്പോൾ -2ax ആണ്, ബി 1 ബൈ എക്സ് ആണ്, പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. നോക്കിയേ, ഇവിടുത്തെ ഈ എക്സും ഈ എക്സും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പോൾ എക്സ് സ്ക്വയർ -2 × 1 -2 പ്ലസ് 1 സ്ക്വയർ 1 ആണ്, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, ബ്രാക്കറ്റിനുള്ളിലേക്ക് സ്ക്വയർ കൊടുത്തു, ഈക്വൽ ടു 9. ഇനി ഈ -2നെ അപ്പുറം കൊണ്ടുപോകും, -2 അപ്പുറം വരുമ്പോൾ എന്താവും? +2 ആവും. 9 + 2 11. ഇതാ നമുക്ക് വേണ്ടതായില്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 11. ഓപ്ഷൻ സി 11. അടുത്ത്, in the figure the length and breadth of that larger rectangle are 10 meter and 6 meter. What is the perimeter of the smaller rectangle? ഇവിടുത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട് ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം 10 ആണ്. അതിൽ ഇവിടെ 2 പോയി, ഇവിടെ 2 പോയി, അപ്പോൾ മൊത്തം എത്ര പോയി? 4 പോയി. ബാക്കി എത്ര ഉണ്ടാവും? 6, 7, 8, 9, 10 അല്ലേ. ഇനി ഇവിടെ ബ്രെഡ്ത്ത് 6 ആണ്, അതിൽ ഇവിടെ 1 പോയി, ഇവിടെ 1 പോയി, 6 2 പോയാൽ ബാക്കി 4 അല്ലേ. ടോട്ടൽ 6 ആണ്, 6 1 പോയി 5, 5 1 പോയാൽ 4. ടോട്ടൽ 10 ആണ്, 10 2 പോയി 8, 8 2 പോയി 6. ഇനി ഇതിൻ്റെ പെരിമീറ്റർ കണ്ടൂടെ? ഒരു സൈഡ് 6 ആണ്, ഒരു സൈഡ് 4 ആണ്. അപ്പോൾ ഇവിടെയും 6 ആണ്, ഇവിടെയും 4 ആണ്. 6 4 10, 10 ഇവിടെയും 6 4 10, അപ്പോൾ 10 10 20. ഓക്കെ, ലെങ്ത് ഓഫ് സ്മോൾ റെക്ടാങ്കിൾ, ചെറിയ റെക്ടാങ്കിളിൻ്റെ നീളം ടോട്ടൽ 10. അതിൽ നിന്ന് ഇവിടെ 2ഉം ഇവിടെ 2ഉം പോയി, അപ്പോൾ 10 നിന്ന് 4 പോയാൽ 6. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ 6 ആണ്, അതിൽ നിന്ന് ഇവിടെ 1 പോയി, ഇവിടെ 1 പോയി 2, അപ്പോൾ 4. ഇനി പെരിമീറ്റർ 2 × l + b ആണ്, അപ്പോൾ 6 + 4 10, 10 × 2 20. കണ്ടോ, നമ്മൾ നേരത്തെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. 2 × 10 20. ഓപ്ഷൻ ബി. What number is x if x + 3 equal to mod x + 3 equal to mod x - 4?
എന്താണ് മോഡ് എക്സ് പ്ലസ് 3? ഇത് 9ാം ക്ലാസ്സിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. മോഡ് എക്സ് പ്ലസ് 3നെ ഡിസ്റ്റൻസ് ഫോമുല വെച്ചുകൊണ്ട് ഞാൻ എക്സ് മൈനസ് മൈനസ് 3 എന്നാക്കി. പ്ലസ് എന്ന് പറയുന്നത് 2 നെഗറ്റീവ് ചേർന്നാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും മൈനസ് 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. മോഡ് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ മോഡ് എക്സ് പ്ലസ് 3നെ എക്സ് മൈനസ് എയിലോട്ട് മാറ്റിയപ്പോൾ എക്സ് മൈനസ് മൈനസ് 3 എന്നായി. അപ്പോൾ എക്സ് മൈനസ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എക്സും മൈനസ് 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് മൈനസ് 3. ഇനി മോഡ് എക്സ് മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 4. ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്, അതുകൊണ്ട് പിന്നെ മാറ്റമൊന്നും വരുത്തണ്ട. ഓക്കെ, എക്സ് ഉണ്ട് മൈനസ് 3, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് മൈനസ് 3. ഇവിടെ എക്സ് ഉണ്ട് മൈനസ് ഉണ്ട് 4 ആണ്, അപ്പോൾ എക്സ് മൈനസ് എ ചെക്ക് ചെയ്യുമ്പോൾ എ എത്രയാണ്? 4 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 4, ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണെന്നാണ് പറയുന്നത്. എക്സ് നിന്ന് മൈനസ് 3ലോട്ടുള്ള അകലവും എക്സിൽ നിന്ന് 4ലോട്ടുള്ള അകലവും എന്താണ്? സെയിം ആണ്. എങ്കിൽ എക്സ് എന്ന് പറയുന്നത് മൈനസ് 3ന്റെയും 4ന്റെയും എന്തായിരിക്കും? സെന്റർ ആയിരിക്കും അല്ലെ? എക്സിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിൽ നിന്ന് മൈനസ് 3ലോട്ടുള്ള അകലവും അതേപോലെ തന്നെ 4ലോട്ടുള്ള അകലവും സെയിം ആവണമെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഇവർ രണ്ടുപേരുടെയും സെന്റർ ആവണ്ടേ? വേണ്ടേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും സെയിം ആവണമെന്നുണ്ടെങ്കിൽ എക്സ് സെന്റർ ആവണ്ടേ? അപ്പൊ മൈനസ് 3ന്റെയും 4ന്റെയും സെന്റർ കണ്ടാൽ മതി. സെന്റർ എങ്ങനെ കാണുക? x1 പ്ലസ് x2 ബൈ 2 ആണ്. അപ്പൊ മൈനസ് 3 പ്ലസ് 4. Okay, the distance are equal, therefore x will be the midpoint of minus 3 and 4. Minus 3 plus 4 divided by 2. 4 ന്ന് 3 പോയാൽ എത്രയാ? 1. 1/2. ഇതാണ് എക്സിന്റെ വാല്യൂ വരിക. അപ്പോൾ 1/2 എന്ന് മൈനസ് 3ലോട്ടുള്ള അകലവും 1/2 എന്ന് 4ലോട്ടുള്ള അകലവും എന്താണ്? സെയിം ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി 1/2. The ratio of the length of the side of the given ട്രയാങ്കിൾ ഈസ്. തന്നിട്ടുള്ള ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ ട്രയാങ്കിളിനോട് ഒരു ഹൈറ്റ് വരച്ചു. ഓക്കെ, നമുക്കറിയാവുന്ന 45 30 ഇവിടെ ഉണ്ട്. അപ്പോൾ 105 ഞാനൊന്ന് വരച്ചു. 105 വരക്കുമ്പോൾ ഇവിടെ എത്ര വരും? 45 60. കാരണം ഹൈറ്റ് വരക്കുമ്പോൾ ഇവിടെ 90 അല്ലേ വരിക. ഇവിടെ 45 ഇവിടെ 90 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും? 45 ആവും. ഇവിടെ 30 ഇവിടെ 90 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും? 60 ആവും. ഇനി 45 40 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എത്രയാ? 1:1:√2. 30 60 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എത്രയാ? 30ന് ഓപ്പോസിറ്റ് 1. 1ന്റെ സ്ഥാനത്ത് 1 തന്നെയാണ് അല്ലേ? 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. ഓക്കെ, ഇവിടെ വേറെ ലെങ്ത്തുകളൊന്നും തന്നിട്ടില്ല. റേഷ്യോ കൊടുത്തു നോക്കുവാണ്. 45 40 90 വരുമ്പോൾ 45ന് ഓപ്പോസിറ്റ് 1, 45ന് ഓപ്പോസിറ്റ് 1, 90ക്ക് ഓപ്പോസിറ്റ് √2. ഇനി 30 60 90 കൊടുത്തപ്പോഴും 30ന്റെ ഓപ്പോസിറ്റ് 1 തന്നെയാണ്. 60ന്റെ ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. ഇനി സൈഡുകൾ കൊടുത്തു. എ ബി ബി സി എ സി. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 1 + √3 അല്ലെങ്കിൽ √3 + 1. ബി സി എന്ന് പറഞ്ഞാൽ 2 ആണ്. എ സി എന്ന് പറഞ്ഞാൽ √2. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കുക. √3 + 1. പിന്നെ ആരാ? 2. ഇത് √2 ആണ്, അപ്പൊ അത് പറ്റില്ല. √3 + 1 2 2. പിന്നെ √2 ഓപ്ഷൻ ഡി കിട്ടി. ഓപ്ഷൻ ഡി √3 + 1 √2 and √2. സോറി 2 and √2. ഓക്കെ, ഓപ്ഷൻ ഡി കിട്ടിയില്ലേ? എട്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the circle and AB is the diameter. OA = 5, PB = 2. The length of the chord CD. ഓക്കെ മക്കളെ, സി ഡി കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. PA × PB = PC² ആണ്. അതിന് പി എ കാണണമെന്നുണ്ടെങ്കിൽ ഒ പി എത്രയെന്ന് അറിയണം. ഒ പി എത്രയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. എത്രയായിരിക്കും? കറക്റ്റ് 3 ആയിരിക്കും. നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം O സെൻറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം OA 5 ആണ്. അത് റേഡിയസ് ആണ്. ഒ ബിയും റേഡിയസ് അല്ലേ? അപ്പോൾ അതും എന്തായിരിക്കും? 5 ആയിരിക്കും. അതിൽ പി ബി ഇവിടെ 2 ആണ്. അപ്പോൾ ബാക്കി ഇനി എത്ര ഉണ്ട്? 3. കിട്ടിയോ? റേഡിയസ് 5 ആണ്. ഓയിൽ നിന്നും ബിയിലോട്ടുള്ള അകലം 5 ആണ്. അതിൽ പി ബി ഇവിടെ 2 ആണ്. അപ്പോൾ ഒ പി എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഒ പി എന്തായിരിക്കും? 3 ആയിരിക്കും. ഇവിടെ റേഡിയസ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. റേഡിയസ് അതാ പിക്ചർ അവിടെ വന്നപ്പോൾ മറഞ്ഞു പോയതാണ്. അപ്പോൾ പി സിയും പി ഡി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ,
പി സിയുടെയും പി ഡിയുടെയും ലെങ്ത് എന്തായിരിക്കും സെയിം ആയിരിക്കും. സെൻട്രൽ നിന്നും കോഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നതാണ്. ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ, ചിത്രത്തിൽ ഇവിടെ പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ആണ് ഇത് ഒയിൽ നിന്നും കോഡിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ പി സിയുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ആ നീളം തന്നെയാണ് പി ഡിക്ക് ഉണ്ടാവുക. അത് രണ്ടും കൂട്ടിയാൽ സി ഡി കിട്ടും. ഇക്വേഷൻ കൊടുത്തു പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇവിടെ 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പി എ എത്രയാ? 5ഉം 3ഉം കൂട്ടിയാൽ 8. 8 ഇൻറ്റു 2 ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. 8 2 16 ആണ്. പി സി സ്ക്വയർ 16 ആണെന്നുണ്ടെങ്കിൽ പി സി എന്തായിരിക്കും? √16. അപ്പം 4 എന്ന് കിട്ടും. പി സി 4 ആണെന്നുണ്ടെങ്കിൽ പി ഡിയും എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പം 4ഉം 4ഉം 8 എന്ന് കിട്ടും. ഓപ്ഷൻ സി. അടുത്ത് ഫോർ 2 നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, എക്സ് വൈ ഈക്വൽ ടു 112, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 9, ദെൻ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? നമ്മളുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, ഐഡന്റിറ്റി വെച്ചാണ്ട് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4xy ആണ്. എന്താണ് ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എന്താ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എഴുതുകയാണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, അപ്പോൾ ഇവിടെ മൈനസ് 2xy ആണ്. ആ മൈനസ് 2xy പ്ലസ് 2xy ആവണം, അപ്പോഴാണ് ഇത് ഈക്വൽ ആവുക. -2 + 2 ആവണമെന്നുണ്ടെങ്കിൽ ആരെ കൂട്ടണം? പ്ലസ് 4xy കൂട്ടണം. അപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിന് ഈക്വൽ ആവും. ഇനി നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയുണ്ട്. ഓക്കെ, എക്സ് മൈനസ് വൈ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്, എക്സ് പ്ലസ് വൈ തന്നിക്കണമെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇങ്ങനെയും ഒരു ഇക്വേഷൻ നമുക്കുണ്ട്, ഇതും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ പ്ലസ് 2xy ആണ്, അത് മൈനസ് 2xy ആവണം. അപ്പോൾ ആരെ കൊടുക്കണം? മൈനസ് 4xy കൊടുക്കണം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് മൈനസ് വൈ, കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4xy. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട് 9 ആണ്, എക്സ് ഇൻറ്റു വൈ തന്നിട്ടുണ്ട് 112 ആണ്. അപ്പോൾ 9ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 112. ഓക്കെ, 9 × 9 81. 81ക്ക് 4 ഇൻറ്റു 112, 1 4 4, 24 8, 1 4 4, 1 4 4, 448. 448ക്ക് 81 കൂട്ടി 529 കിട്ടും. ഓക്കെ, ഇനി 500, ഇത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 529ന്റെ റൂട്ട് വരും. ആ ഉത്തരം ഞാനിവിടെ കാണിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിൽ ഏതാണ് വരിക. എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയോ? 24ന്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടേം 4 അല്ലേ, അപ്പം 4 4 16, 6 അവസാനിക്കുള്ളൂ. ഇത് 6 അവസാനിക്കണം, അല്ല, അപ്പം 24 അല്ല. ഇനി 26 ആണെന്നുണ്ടെങ്കിൽ 6 6 36, ഇങ്ങനെയല്ലേ വരിക. 26 × 26 ചെയ്യുമ്പോൾ 6 6 36, 6 അവസാനിക്കുള്ളൂ, അപ്പം ഇതും അല്ല. 22 ആണെന്നുണ്ടെങ്കിൽ 2 ആണ്, അപ്പം 2 × 2 4 അവസാനിക്കുള്ളൂ, അപ്പം 4 അല്ല. 23 ആയിരിക്കും വരിക. 23 3 ആണ്, അപ്പം 3 × 3 9 അവസാനിക്കും. കണ്ടോ, മൾട്ടിപ്ലൈ ഒന്നും വേണ്ട, ആ ലാസ്റ്റത്തെ നമ്പർ വെച്ചപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടി. 2 ഓപ്ഷൻ കറക്റ്റ്, 2 ഓപ്ഷൻ വരുന്നുണ്ടെങ്കിലല്ലേ പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. 23, 529ന്റെ റൂട്ട് അപ്പം എത്ര വരിക? 23 ആണ് വരിക. മനസ്സിലായോ എങ്ങനെ ഞാൻ 23 നോക്കിയത്? ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയറുകൾ കണ്ടാൽ മതി. ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ആണ് അവസാന ഡിജിറ്റ് ആയിട്ട് വരിക നമുക്ക് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി 23. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 90ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫ്രാക്ഷൻ ടു ബി ആഡഡ് എക്സ് സ്ക്വയർ മൈനസ് 8/7x പ്ലസ് 5/49 ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ മൈനസ് 8/7x പ്ലസ് 5/49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ഏത് ഫ്രാക്ഷനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ ഫ്രാക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ 2 കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. പിന്നെ ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സംഖ്യ
എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. പിന്നെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ കോഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. ഓക്കെ, കോൺസ്റ്റന്റ് ഷുഡ് ബി ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് ദ കോഫിഷ്യൻറ്റ് ഓഫ് എക്സ്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആണ്. ഇനി ഈ ഫ്രാക്ഷൻ, ഈ കോൺസ്റ്റന്റ് ഒന്നുകിൽ 8/7ൻ്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ 8/7ൻ്റെ പകുതിയുടെ സ്ക്വയർ കിട്ടാൻ ഇതിലേക്ക് ഇനി എത്ര കൂട്ടണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയാൽ മതി. ആ ഫ്രാക്ഷനാണ് ഇതിലേതോ ഒന്ന്. ഓക്കെ, അപ്പോൾ 8/7ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 8/7/2. അത് 8/7 × 1/2 അഥവാ ഇതിനെ ചെറുതാക്കാം നമുക്ക്, 4 വരും. 8/2 4, അപ്പോൾ 4/7. ഇനി ഇതിൻ്റെ സ്ക്വയർ കാണണം. 4/7ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ 16, 7ൻ്റെ സ്ക്വയർ 49. 16/49 ആണ് അവിടെ വേണ്ടത്. ഓക്കെ, ഇവിടെ ശരിക്കും വേണ്ടത് എത്രയാണ്? 16/49 ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഉള്ളത് 5/49 ആണ്. ആ 5/49 16/49 ആവാൻ എത്ര കൂട്ടണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന് 16/49 5/49 മൈനസ് ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ 16, രണ്ട് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ 49 എഴുതുക. 16 5 പോയാൽ 11. അപ്പോൾ 5/49ക്ക് 11/49 കൂട്ടിയാൽ 16/49 കിട്ടും. അപ്പം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പോൾ ഏത് ഫ്രാക്ഷനാണ് നമ്മൾ ഇതിലേക്ക് കൂട്ടേണ്ടത്? 11/49. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ അടുത്തൊരു 10 ക്വസ്റ്റ്യനും കൂടി നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ജൂണിനാണ് നമ്മളുടെ എക്സാം വരുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ ചെയ്യുക. ഓക്കെ, മാക്സിമം എല്ലാ മൺഡേയും ഫ്രൈഡേ ആയിരിക്കും കേട്ടിട്ടിൻ്റെ ക്ലാസ്സുകൾ 7:30 ആകുമ്പോൾ അപ്ലോഡ് ചെയ്യുക. എല്ലാവരും വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി best and thank you for watching this video. See you soon. Bye bye.